നമസ്കാരം. ഇതൊരു പാർസലാണ്. പാലക്കാട് നിന്ന് സംഘം ഫാൻസിയിലേക്കുള്ളൊരു പാർസലായിരുന്നു. എന്തായാലും പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു മഴ ഉണ്ടായിരുന്നു. മഴ കൂടാതെ ഒരു മരം വീണിട്ട് കുറച്ച് നേരം വാഹനങ്ങൾക്ക് അന്ന് മുറിച്ച് മാറ്റുന്നത് വരെ കുറച്ച് നിൽക്കുന്നവരെ നിൽക്കേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ ഉണ്ടാകുന്ന ഒരു കുറച്ച് രസകരമായിട്ട് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ വാഹനങ്ങൾ കുറിച്ച് എന്തെങ്കിലും കാര്യം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പുറകിൽ വരുന്നവർ ഇങ്ങനെ കയറി റൈറ്റ് സൈഡിലൂടെ, അതൊരു പ്രശ്നം അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം റൈറ്റിലൂടെ വീണ്ടും നമുക്ക് പോകാം, കയറി വേഗം എന്നുള്ളതാണ്. അല്ലാതെ കാര്യം അന്വേഷിക്കുക എന്നുള്ളത് പൊതുവേ ഇല്ലല്ലോ. നമ്മുടെ ബൈക്കുകൾ, കാറുകൾ, റൈറ്റ്സുകൾ ആ പ്രോബ്ലംസ് മരങ്ങളൊന്നും ഒന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാൽ അവിടെ റൈറ്റ് ഭാഗത്തിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന മാതിരിയാണ് പിന്നീട് വണ്ടികളെല്ലാവരും പറഞ്ഞത്. ഈ ഒരു കാഴ്ച പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് റെയിൽവേ ക്രോസ് ഭാഗങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. അതുപോലെ എന്തെങ്കിലും ചെറിയൊരു വിഷയം റോഡിലിട്ടായി കഴിഞ്ഞാൽ അപ്പോൾ അതിനു വേണ്ടി പോകുന്ന വാഹനങ്ങൾ നിർത്തും. പക്ഷേ അതെന്താ കാര്യം എന്ന് അന്വേഷിക്കാതെ റൈറ്റ് സൈഡിൽ കൂടെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ വാഹനത്തിലും പോകാൻ പറ്റില്ല, അതുപോലെ തന്നെ തിരിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ കുറേ ഒരു സ്ട്രഗിൾ യാത്രയിൽ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ നമുക്കറിയാം. അപ്പോൾ ഉണ്ടോ റൈറ്റ് സൈഡിൽ ബൈക്കുകൾ വന്നു, ബൈക്ക് വരുന്നു, കാറുകൾ നിൽക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ പോകേണ്ട, ഇടതുഭാഗത്തിലൂടെ പോകേണ്ട വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. അത്തരം തരത്തിലുള്ള ട്രാവൽ എത്തിക്സൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. മയിൽ വാഹനം ബസ് അവിടെ നിൽക്കുന്നുണ്ട്, അത് മരം മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് റൈറ്റിലൂടെ പോകേണ്ടതാണ്. അവർക്ക് ഇവിടെ നിന്ന് റൈറ്റിൽ കയറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു വീഡിയോ എടുത്ത് KSRTC ബാഗിൽ ഉള്ള ഒരു വീഡിയോ എടുത്തു. അതിൽ പരസ്യമാണ്. ഇതാണ് നമ്മുടെ മോദിജി ചർക്കയെല്ലാം വെച്ച് നൂല് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആദ്യം സാധാരണഗതിയിൽ ചർക്ക നൂല് ഒക്കെ എടുക്കുന്നത് ഖാദി ഈ ഉൽപ്പന്നങ്ങളിൽ എൻ്റെ ഒരു എംബ്ലം ആണല്ലോ നമ്മൾ ഗാന്ധിജിയാണ് കണ്ടിട്ടുള്ളത്. ഗാന്ധിജിക്ക് ചിലപ്പോൾ എന്താ സംഭവിച്ചത്, പിന്നെ നോക്കിയപ്പോൾ ഗാന്ധിജി ഒരു സൈഡിൽ